Praise the Lord. Hallelujah. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയുടെ നിശബ്ദതയ്ക്കായി ദൈവത്തിന്റെ മഹത്വങ്ങൾ കരയേറ്റുമ്പോൾ നിമിഷങ്ങൾ നീർത്തോട് കണക്ക് ഒഴുകി മറയുന്ന വേളയിൽ കൃപയുടെ ആർദ്ര കരുണയാൽ നമ്മെ താങ്ങി ജയോത്സവമായി നടത്തുന്ന ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളുമായി ഒരുമിച്ച് ദൈവപാദപീഠങ്ങളായിരിക്കാൻ ഈ സന്ധ്യയിൽ കർത്താവ് അനുവദിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധന്യനായവന്റെ പാദപീഠങ്ങൾ ചേർന്ന് വരിക എന്നത് ഏറ്റവും അനുഗ്രഹീതവും ലാവണ്യവുമുള്ളതുമായ കാര്യമാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യമാണ്. ധാരാളം പണം ലഭിക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് തമ്പുരാനുമായി ഒന്ന് സംസാരിച്ച് ദൈവിക ചൈതന്യം പ്രാപിക്കുക എന്നത്. വേദനയുടെ നിറം മാറിയ ശോധനകളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ അനുഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങൾക്കും നടുവിൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് വന്നിരുന്നിട്ട് അപ്പച്ച എന്ന് വിളിച്ച ദൈവകൃപയുടെ മനോഹാരിത അനുഭവിപ്പാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ഇതുപോലെ ധന്യരായ മനുഷ്യർ ലോകത്തിൽ ഇല്ല എന്ന് വേണം പറയാൻ. നമ്മെ സൃഷ്ടിച്ചവന്റെ മുൻപാകെ മുട്ടുകുത്തുവാൻ, നമ്മെ സൃഷ്ടിച്ചവന്റെ മുൻപാകെ നമിച്ച് അപ്പാ അങ്ങയ്ക്ക് മഹത്വം എന്ന് പറയുവാൻ, വേദനയുടെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും ലോക്ക്ഡൌണിന്റെ നടുവിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന് പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതിനായി ഇന്ന് പകൽ ഞാൻ ഈ സന്ധ്യയിൽ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ബഥേൽ എടക്കര AGയുടെ ഫേസ്ബുക്ക് ലൈവിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ ചിന്ത 20 വർഷങ്ങൾക്ക് മുൻപിലേക്ക് കടന്നു പോകുകയാണ്. പിതൃതുല്യം ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജയൻ, അമ്മമ്മ, വാത്സല്യ കുടുംബം, അവിടെയുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരെടുത്തെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം എന്നെ അനുവദിക്കുന്നില്ല. എല്ലാ വാത്സല്യ കുടുംബങ്ങളും എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അനുവദിച്ചു തന്ന എന്റെ വാത്സല്യ സഹോദരങ്ങൾ, കർത്തൃവേലയിലായിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ എന്ന് വേണം അവരെ വിശേഷിപ്പാൻ. ജോലിയൊക്കെ ചെയ്ത് എനിക്കറിയാം, ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. അതിന് നടുവിലും അവർ കർത്താവിനെ സ്നേഹിച്ച് സഭകൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അപ്പോൾ തന്നെ അവർക്ക് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ നിന്ന ഉള്ളതായി തീരുമല്ലോ എന്നുള്ള ഏക കാരണത്താൽ എന്റെ വാത്സല്യ സഹോദരങ്ങൾ ജോവിൻ ജെയിംസ്, അപ്പോൾ തന്നെ ജിജോ, സ്നേഹത്തോടെ ഞാൻ ജിജോമോനെ, ജോർജ് മോനെ എന്ന് വിളിക്കുന്നത് ജോജി ജോർജ്, പ്രത്യേക വന്ദനം നിങ്ങൾക്ക് ചൊല്ലുന്നു. ഈ ഫേസ്ബുക്ക് ലൈവ് എനിക്ക് അനുവദിച്ചു തന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപകളും സമാധാനവും അനുഗ്രഹങ്ങളും ധാരാളം പകരപ്പെടട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ കർത്താവ് അനുവദിച്ച ഈ നല്ല സാവകാശത്തിന് ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ തന്നെ ഏതാണ്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് എടക്കര ബഥേൽ AGയുമായുള്ള ഒരു ബന്ധത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചത്. ഇപ്പോൾ എൻ്റെ പക്കൽ തമ്പുരാൻ ഒരു സന്ദേശം നിങ്ങൾക്കായി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 1-2 വാക്കുകൾ അതിന്റെ പശ്ചാത്തലം എന്നവണ്ണം പറഞ്ഞുകൊള്ളട്ടെ. നാം എത്തപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് സകല ലോക രാജ്യങ്ങളും, എല്ലാ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും, ദരിദ്ര രാജ്യങ്ങൾ, സാങ്കേതികമായ അത്യുച്ചകോടിയിൽ നിൽക്കുന്നവർ, എല്ലാ രാജ്യങ്ങളും ഒരുപോലെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വേദനയും മരണവും ദുഃഖവും ഏറുന്നു എങ്കിലും മറുഭാഗത്ത്
യോവേൽ പ്രവചനത്തിലെ ഒരു നിവൃത്തി നടക്കുന്നത് കൂടിയാണ്. സകല ജാതികളും ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വരട്ടെ എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സകല ജാതികൾക്കും ഒരുപോലെ ഒരു ഉണർവ് കയറിയിരിക്കുകയാണ്. എല്ലാ ലോകരാജ്യങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ആഘോഷകരമായ ഒരു ചിന്തയിലേക്ക് ലോകരാജ്യങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. കർത്തൃ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ അവറുകൾ കുടുംബം ബഥേൽ AG-യുടെ പാസ്റ്ററായി ഇപ്പോൾ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും കർത്തൃദാസനെ വിശേഷാൽ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവേലയിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. സകല ലോകരാജ്യങ്ങളും ഒരുപോലെ ഒരു മതത്തിന് വേണ്ടി, ഒരു ദൈവത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു നേതാവിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളെയും ഒരു ശ്രോണിയിൽ കൊണ്ടുവന്ന് ഏക മതം ലോകത്തിൽ സ്ഥാപിക്കുക, ഏക രാജാവിനെ ലോകത്തിൽ വാഴിക്കുക, ഏക ലോകമായി മാറുക എന്ന വിപ്ലവഗാനം മനുഷ്യ മനസ്സുകളിൽ ഉടലെടുത്ത് നേതാക്കന്മാർ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. WHO എന്നറിയപ്പെടുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആദ്യമേ മുന്നോട്ട് വെച്ച പാഠങ്ങളിൽ ഒന്നതായിരുന്നു, ഒറ്റ ഗവൺമെന്റ് ലോകത്തിൽ നിലവിൽ വന്നാൽ നമുക്ക് കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യന് അതാത് സമയങ്ങളിൽ ആരോഗ്യപരമായ അവന്റെ ജീവനത്തിന് വേണ്ടുന്ന നന്മകൾ ഒരുക്കി കൊടുക്കാൻ ഒരേ സമയത്ത് കഴിയും എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നവരാണ്. അതിനോട് ചേർന്ന് സകല ലോക രാജ്യങ്ങളും ഒരുമിച്ച് ചേരുവാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. എന്തിന്? ജാതികൾ ഉണർന്ന യഹോശാഫാത്ത് താഴ്വരയിലേക്ക് വരുവാനുള്ള പ്രവചനത്തിന് നിവൃത്തീകരണം എന്ന വണ്ണമാണ്. ഇന്ന് പകൽ പ്രവചന നിവൃത്തികളെ കുറിച്ചോ സംഭവിപ്പാൻ പോകുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം അത് പിന്നാലെ സംസാരിച്ചു കൊള്ളാം. അതിനുള്ള സമയം ദൈവം അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ഒരുമിച്ചുള്ള ആപ്തവാക്യം എന്ന് പറയുന്നത് കോവിഡിനോടൊരുമിച്ച് അല്ലെങ്കിൽ കൊറോണ വൈറസിനോട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു ആശയമാണ്. കൊറോണ വൈറസിനോട് ഒരുമിച്ച് ജീവിക്കുക എത്ര സുന്ദരമായ ഒരാശയമായിരുന്നു. പണ്ടൊക്കെ കവലകളിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ചത് യേശുവിനോടൊത്ത് ജീവിപ്പാൻ. അന്ന് മനുഷ്യർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു യേശുവിനോടൊത്ത് ജീവിക്കാൻ പറയുന്നത്. എന്തൊരു ഇപ്പൊ ഇതേ ലോകം വിളിച്ചു പറയുകയാണ് കൊറോണയോടൊത്ത് ജീവിക്കുക. എന്തൊരു സന്തോഷമല്ലേ? അല്ല, ഇപ്പൊ വേദനയാണെങ്കിലും അതിനോടൊത്ത് ജീവിക്കാൻ താല്പര്യ. മറ്റേത് വേദനയില്ലായിരുന്നു, സമാധാനം തരുമെന്നായിരുന്നു. യേശുവിലേക്ക് വന്നാൽ നിത്യജീവൻ ലഭിക്കുമെന്നായിരുന്നു, നിങ്ങളുടെ ജീവിതം ധന്യമായി എന്നായിരുന്നു. പക്ഷെ അതിന് നമുക്ക് അതിന് നമ്മൾ തയ്യാറാകാതെ വന്നപ്പോൾ ദൈവം ഒരു പ്ലാൻ ചെയ്തതുപോലെ ഇപ്പോൾ ഇതാ മനുഷ്യൻ വിളിച്ചു പറയുക, നമുക്ക് ജീവിക്കാം, കൊറോണയോടൊരുമിച്ച് പോകട്ടെ, വണ്ടി പോകട്ടെ, പോകുന്നിടം വരെ പോട്ടെ, കൊറോണയോടൊപ്പം നമുക്കങ്ങ് പോകാം എന്നുള്ള ഒരു സംവാദത്തിലേക്ക്, എന്നുള്ളൊരു രീതിയിലേക്ക്, എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് ലോകം മാറി. അപ്പോൾ അങ്ങനെ ജീവിക്കണമെങ്കിൽ ചില കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടീസ്. ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് പേഴ്സണൽ ഡ്യൂട്ടീസ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന കർത്തവ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 5 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളെ കുറിച്ച് നാം ഒരുമിച്ച് ഏതാനും ചില നിമിഷങ്ങൾ ചിന്തിപ്പാൻ പോകുകയാണ്. അതിനു മുമ്പായി ഒരു പശ്ചാത്തലം എന്ന വണ്ണം നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. എന്താണ് ഈ കർത്തവ്യം എന്ന് പറഞ്ഞാൽ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നാം എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ജന്മവാസനയാൽ ലഭിച്ച കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജനിച്ചപ്പോൾ തന്നെ നമുക്ക് ചെയ്തു പോരേണ്ടുന്നതായ ചില കർത്തവ്യങ്ങളെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കർത്തവ്യങ്ങളുണ്ട്. കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ കൊറോണയോട് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം, ചില നിയമങ്ങൾ നമ്മൾ അനുസരിച്ചിരിക്കണം, ചില പാതയിലൂടെ നമ്മൾ പോകണം. മറ്റേത് രാവിലെ ഇറങ്ങുമ്പോഴേ
നമുക്ക് സ്വതന്ത്രമായിട്ട് പോകാമായിരുന്നു. ഇപ്പൊ അങ്ങനെ സ്വതന്ത്രവും നോക്കത്തില്ല, നിബന്ധനകളുണ്ട്. അത് പറയുന്നതിന് ഉദ്ദേശം, നീ ചെയ്താൽ നിനക്ക് തന്ന് നന്ന്, അപ്പോൾ തന്നെ നീ മറ്റൊരുത്തിനും നന്ന് ചെയ്യുന്നു എന്നൊരു ധാരണ മനുഷ്യന് വരുത്തി. അപ്പോൾ അതനുസരിപ്പാൻ ഞാൻ കടപ്പെടുകയാണ്. ഏതിനെ ഭയന്നിട്ട്? കൊറോണയെ ഭയന്നിട്ട്. ഇവിടെ ആരെയും ഭയപ്പെടാനൊന്നും ദൈവം പറയുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് നാം ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ നമുക്കുണ്ട്. ആ കർത്തവ്യങ്ങളിൽ നാം നിന്നാൽ മാത്രമേ നിത്യത നമുക്ക് ബന്ധമായി കിട്ടുകയുള്ളൂ. നമുക്ക് നിത്യതയാണ് ലക്ഷ്യമെങ്കിൽ ഈ കർത്തവ്യങ്ങൾ മസ്റ്റായി അനുസരിച്ചിരിക്കണം. കൊറോണ പിടിക്കരുത് എന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കൊറോണയെ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് പറയുന്ന കർത്തവ്യങ്ങൾ ഞാൻ അനുസരിക്കണം. അങ്ങനെ ആ കർത്തവ്യങ്ങൾ അനുസരിച്ചാലേ എനിക്ക് കൊറോണയോട് ഒരുമിച്ച് ജീവിച്ച് എനിക്കിട്ടിരിക്കുന്ന നിത്യതയിൽ, അല്ലെങ്കിൽ എനിക്ക് വെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെ എനിക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അകാല ചരമം എനിക്കുണ്ടാകും, അകാല മൃത്യുവിന് ഞാൻ ഇടയാകും. അത് വരാതിരിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ഭയപ്പെട്ട, അറിയാവുന്ന, കേട്ടറിയുന്ന കർത്തവ്യങ്ങൾ അവർ നിവർത്തിക്കുകയാണ്. മനുഷ്യൻ നിവർത്തിക്കാൻ ബദ്ധശ്രദ്ധകളാകുക. പ്രവാസികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ. രാഷ്ട്രമീമാംസയുടെ നോട്ടത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ? പ്രവാസികളുടെ എല്ലാം അവരുടെ നല്ല കാലത്ത് വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവാസികൾ ഇങ്ങോട്ട് വരണ്ട, അതിനോട് വലിയ താല്പര്യമില്ല. അതൊക്കെ വളരെ സാമൂഹിക ബദ്ധത ഉണ്ടാക്കുന്ന കാര്യങ്ങളാകിയാൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം അവിടെ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, കണ്ടോ, കർത്തവ്യ നിർവഹണത്തിൽ ആർക്കെങ്കിലും പരാജയം വന്നു എന്ന് തോന്നുമ്പോൾ അവരെ സമൂഹം അംഗീകരിപ്പാൻ മനസ്സാക്കുന്നില്ല. കർത്തവ്യ സാമൂഹിക ബോധത്തിൽ ഞാൻ അത്രയ്ക്ക് രൂഢമൂലനായി മാറി. കർത്തവ്യം നിർവഹിക്കുവാൻ ഞാൻ അത്രയ്ക്ക് ബദ്ധശ്രദ്ധനായി തീർന്നു. അങ്ങനെയെങ്കിൽ നിത്യതയെ ലാക്കാക്കി യാത്ര ചെയ്യുന്ന ദൈവ പൈതലിനോട് പ്രധാനമായി പാലിക്കേണ്ടുന്ന 5 കർത്തവ്യങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് പറയും. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പുറത്തിറങ്ങാതെ ഭവനത്തിലായിരിക്കുമ്പോഴും, ഭവനത്തിൽ നിന്ന് ഒറ്റയാൾ മാത്രം പുറത്തുപോയി അകത്തേക്ക് വരുമ്പോഴും, ജോലി ചെയ്യുവാൻ നിർദ്ദിഷ്ടപ്പെട്ട സമയത്ത് മാത്രം പുറത്തേക്ക് ഇറങ്ങുന്ന നാം ഒരു ലോക്ക്ഡൗണിൽ തന്നെയാണ് ഇപ്പോഴും. ബന്ധിതരാണ്. ഈ ബന്ധിതരായ മനുഷ്യരെ തിരുവെഴുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണാൻ കഴിയും. There are certain lockdown periods are there. There are. തിരുവെഴുത്ത് അങ്ങനെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് പോകട്ടെ, അതൊന്നല്ല എൻ്റെ വിഷയം. 5 കർത്തവ്യങ്ങൾ. ഈ 5 കർത്തവ്യങ്ങൾ ഇന്ന് പകൽ, ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്ന്. യൂദായുടെ ലേഖനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പണ്ടെങ്ങോ ഞാൻ നമ്മുടെ നാട്ടിൽ ആയിരുന്ന സന്ദർഭത്തിൽ ഒരു സുവിശേഷ യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ആ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീടിന് മുറ്റത്ത് പന്തലൊക്കെ ഇട്ട്, നമ്മുടെ നാട്ടിലെ ആ പഴയ സംവിധാനം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാത്സല്യമായി ദൈവത്തെ സ്നേഹിക്കുന്ന വാത്സല്യതയുള്ള ഒരമ്മച്ചി അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുക, യോഗമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുക, എന്നാലും കെട്ടിഞ്ഞാന്ന് ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതി വെച്ചിട്ടാണോ ചത്തത്? ആ നാടൻ ഭാഷയിൽ അമ്മച്ചി പറയുക. ഇതിപ്പം ഇടയ്ക്കര ഫേസ്ബുക്കിന്റെ ലൈവ് പേജിലായതുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാ നമ്മുടെ വിശ്വാസികൾ പോലും പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്കറിയോത്ത് യൂദയാണ് ഈ ലേഖനം എഴുതിയെന്ന്. പോട്ടെ, യേശു കർത്താവിന്റെ സഹോദരനായ യൂദയാണ്, ഒരു ജാടയും ഇല്ലാത്തൊരു സഹോദരൻ. നമ്മളെങ്ങാനാണെങ്കിൽ മുഖ്യമന്ത്രിയോ നമ്മുടെ മന്ത്രിമാരോ ആരെങ്കിലും നമ്മുടെ അടുത്തെങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യമായിട്ടാണ് പറയുന്നത്? ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തല്ല, വീടിനകത്താ താമസിക്കുന്നവരെ നമ്മൾ പറയും. എന്നാൽ ഈ യൂദാകട്ടെ തുടങ്ങിയപ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേദഭാഗം നിങ്ങൾ സമയമുള്ളപ്പോഴൊന്ന് വായിച്ചു നോക്കിയാൽ മതി. വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനാണ് താനെന്ന്. സ്വന്തം സഹോദരനാണ്, കോപഴത്തിനാണ്, സ്വന്തം സഹോദരൻ, ഒരമ്മയിൽ നിന്ന് ജനിച്ചവൻ. ആദ്യജാതൻ യേശു, ഇടയിൽ പിറന്നവൻ യൂദാ.
ഒരു ജാടയുമില്ല, അപ്പോസ്തലനാ, അതൊന്നും പറയാനില്ല. നമ്മളെങ്ങാനാണെങ്കിൽ അടിച്ച് കീറിയത്. ഇവിടെ ഇവിടെ ഈ യൂദ പറയാ, ഞാൻ യേശുവിന്റെ ദാസന. ഒറ്റ അധ്യായ പുള്ളി എഴുതിയുള്ളൂ, 25 വാക്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ആ 25 വാക്യങ്ങളും ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട, സ്വർണലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മനോജ്ഞമായ വാക്കുകളാണ്. അത് പ്രവചനമുണ്ട്, ഭാവി കാലത്തിൽ സംഭവിപ്പാനിരിക്കുന്ന സംഭവങ്ങളുണ്ട്. നിഷ്കർഷതാ ബോധത്തിലൂടെ മനുഷ്യനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന, സാമൂഹിക ബദ്ധത ഉളവാക്കുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ നീർച്ചാലുകളാണ് ഈ 25 വാക്യങ്ങൾ. അതിലൂടെ വീണ്ടെടുപ്പിന്റെ ചരിത്രം പറയുന്നു, അതിലൂടെ മാനവികതയുടെ ചരിത്രം പറയുന്നു, അതിലൂടെ ദ ഹോൾ യൂണിവേഴ്സിന്റെ ചരിത്രം പറയുന്നു, ഇനി എന്താണ് സംഭവിപ്പാൻ പോകുന്നതെന്ന് പറയുന്നു. 25 വാക്യങ്ങളിലൂടെ താൻ ഒരു ഭയങ്കര വിശകലനം നടത്തുകയാണ്. ഓരോ വാക്യങ്ങളും ഓരോ പുസ്തകങ്ങൾ എഴുതത്തക്കവണ്ണമുള്ള വിശാല ഗ്രന്ഥമാണ് എന്നാണ് ഭക്തനായ ഒരു ദൈവഭൃത്യൻ ഈ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യൂദായുടെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് യൂദ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ 5 കർത്തവ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. എനിക്കറിയാം നിങ്ങളുടെ കയ്യിലെല്ലാം ബൈബിളുണ്ട്, നിങ്ങളുടെ ഫോണിൽ ബൈബിളുണ്ട്. ദയവായി ആ വേദഭാഗങ്ങളൊന്ന് നോക്കുമോ? നിങ്ങൾ ഭവനത്തിലാണ് ഇരുന്ന് എന്നെ കേൾക്കുന്നതെങ്കിൽ ദയവായി നിങ്ങളുടെ ബൈബിൾ തുറക്കുമോ? ഇനി യൂദയുടെ ലേഖനം എവിടെ നിന്നാണോ ചിന്ത, ഭയപ്പെടേണ്ട. ഏറ്റവും അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ആവലാതി വേണ്ട, ശാന്തമായി വെളിപ്പാട് പുസ്തകം എടുക്കുക. അത് തൊട്ടിപ്പുറത്തെ ഒരു പേജ് മറിച്ചാൽ നിങ്ങൾക്ക് കാണാം യൂദായുടെ ലേഖനം. അവിടെ എഴുതിയിരിക്കുക, ഒറ്റ അധ്യായമുള്ള, പല അധ്യായങ്ങളില്ല, തെറ്റിദ്ധരിക്കരുത്. യൂദായ്ക്ക് ഒറ്റ അധ്യായമുള്ളൂ. അതിന്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ രാത്രിക്കത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. ആ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യങ്ങൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദൈവസഭയോട് അറിയിക്കുന്ന ഒരു സന്ദേശമാണിത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിക്കും, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. അനുഗ്രഹീതമായ 5 സന്ദേശങ്ങൾ നൽകുന്ന 5 കർത്തവ്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു വേദഭാഗമാണ്. എന്താണ് ഈ കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? കർത്തവ്യങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് പഠിച്ചവരൊക്കെ ആ ഭാഗത്തെ കുറിച്ചൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 2 തരം ഡ്യൂട്ടികളാണ് പ്രധാനമായും നമ്മൾ കാണാറുള്ളത്. ഒന്ന് സിവിക് ഡ്യൂട്ടീസ്, സെക്കൻഡ് വൺ ലീഗൽ ഡ്യൂട്ടീസ്. ഈ സിവിക് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ obey the law, pay taxes, provide for common defense, etc. are the civic duties. എന്നാൽ ലീഗൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് കെയർ, ഡ്യൂട്ടി ഓഫ് ഡിഫൻസ്, ഡ്യൂട്ടി ടു റെസ്ക്യൂ, ഡ്യൂട്ടി ടു വാൺ. ഇതെല്ലാം ലീഗൽ ഡ്യൂട്ടീസ്. അപ്പോൾ യൂദായുടെ ലേഖനത്തിൽ നാം കാണുന്നത് ലീഗൽ ഡ്യൂട്ടി. കർത്തവ്യങ്ങളെ 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് സിവിക്, മറ്റൊന്ന് ലീഗൽ. അത് ലീഗൽ ഡ്യൂട്ടി ദൈവരാജ്യത്തെ അല്ലെങ്കിൽ നിത്യതയെ ലക്ഷ്യമാക്കി യാത്രയാകുന്ന ദൈവ പൈതൽ പാലിക്കേണ്ടുന്ന നിയമ
നിയമങ്ങളും കർത്തവ്യങ്ങളും തിരുവെഴുത്ത് അനുശാസിക്കുന്നുണ്ട്. അതിൽ യൂദായുടെ ലേഖനത്തിൽ 5 കർത്തവ്യങ്ങൾ നിത്യതയെ ലാക്കാക്കി പോകുന്ന ദൈവ പൈതൽ അനുദിനം സൂക്ഷിക്കേണ്ടുന്ന, അനുദിനം ചെയ്യേണ്ടുന്ന, അനുദിനം ഓർത്തിരിക്കേണ്ടുന്ന, പ്രാവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടുന്ന അതിപ്രധാനമായ 5 കർത്തവ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ 5 കർത്തവ്യങ്ങളെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. കാരണം ലഭിച്ച സമയത്തിനുള്ളിൽ ഇതെനിക്ക് തീർക്കണം. അതുകൊണ്ടൊരു മിന്നൽ വേഗതയിലായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അതിനോട് ഒരുമിച്ച് വരണമേ, നമുക്കൊരുമിച്ച് ചിന്തിക്കാം. യൂദായുടെ ലേഖനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് മിസ്രയീമിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിട്ടും പിന്നത്തേതിൽ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പൊ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞവനെ പിന്നത്തേതിൽ ദൈവം നശിപ്പിച്ചു കളയും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുക. ശ്രദ്ധിക്കേണ്ട വേദഭാഗം, എന്തുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അവർ മരുഭൂമിയിൽ ശിക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഗഡ്ഗം അവരുടെ മേളിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ എന്തുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു? ചരിത്ര തെളിവോടെ യൂദ തെളിയിക്കുകയാണ്. എന്നിട്ട് അവസാനം വിശ്വാസ മണ്ഡലത്തെ നോക്കി, നമ്മളെ നോക്കിയിട്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇടക്കരയുള്ള എൻ്റെ സഹോദരങ്ങളെ നോക്കിയിട്ട് അല്ല, എന്നെ കേൾക്കുന്ന, ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന, ഏത് സമയത്തും എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നോക്കിയിട്ട് പറയുക, എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി കണ്ടോ? അപ്പം പോലും ഇന്നുവരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. പ്രിയ മകൻ എന്ന സംബോധന ചെയ്യാൻ ഒരപ്പന് മാത്രമേ ലോകത്തിൽ കഴിയത്തുള്ളൂ. അത് സ്വർഗസ്ഥനായ നമ്മുടെ അപ്പനാണ്. ആ അപ്പച്ചൻ വിളിക്കുന്ന വിളി കേട്ടോ, പ്രിയമുള്ളവരെ. എല്ലാവരെയും നോക്കിയിട്ട് നമ്മുടെ സ്വഭാവം അറിയാവുന്ന, നമ്മുടെ വിവരക്കേടുകൾ നന്നായി അറിയാവുന്ന, നമ്മുടെ കയ്യിലിരിപ്പ് നന്നായി അറിയാവുന്ന നമ്മുടെ അപ്പച്ചൻ നമ്മളെ വിളിക്കുന്നത് പ്രിയമുള്ളവനെ എന്ന്. എന്ത് രസമല്ലേ ആ വിളി കേൾക്കാൻ. അത് തമ്പുരാൻ വിളിക്കുന്നത് എപ്പോഴും അങ്ങനെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ, കരുണയോടെ, വാത്സല്യത്തോടെ, പ്രീതി വാത്സല്യത്തോടെ തമ്പുരാൻ നമ്മെ വിളിക്കുകയാ. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാ, നിനക്ക് ചില പ്രത്യേക കർത്തവ്യങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ നിർവഹിക്കേണ്ടതുണ്ട്. അത് നിർവഹിച്ചില്ലെങ്കിൽ നിന്റെ നിത്യത നഷ്ടപ്പെടും. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ ഗൗരവമുള്ളവരായിട്ട് വേണം നമ്മുടെ ജീവിതം നയിക്കുവാൻ. അതിന് വളരെ ഗൗരവത്തോടെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അനുശാസിക്കുന്ന കർത്തവ്യങ്ങൾ നാം ചെയ്തിരിക്കണം. That's our legal duties. We have to obey. We have to do it. നാം ചെയ്യേണ്ടുന്ന, നാം അനുസരിക്കേണ്ടുന്ന ചില കർത്തവ്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കർത്തവ്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. എന്തൊക്കെ കർത്തവ്യങ്ങളാണ് യൂദായുടെ പറയുന്നത്? ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് അനുശാസിപ്പാൻ കൊള്ളാവുന്ന, നമുക്ക് ഫോളോ ചെയ്യുവാൻ കൊള്ളാവുന്ന, നമുക്ക് പിൻഗമിക്കുവാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ തമ്പുരാൻ നമ്മളോട് പറയുകയാ. അതും എൻ്റെ ഒഫീഷ്യൽ നെയിം വിളിച്ചിട്ടൊന്നും അല്ല എന്നോട് പറയുന്നത്, പ്രിയ മകനെ എന്ന് വിളിച്ചിട്ടാ. എത്ര വാത്സല്യത്തോടെ അത് പറയുന്നേ. ആ വാത്സല്യത എത്ര വലിയതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വാത്സല്യം ഉണ്ടാകാൻ കാരണമെന്നറിയുമോ? നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന്, വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, മുതലായ വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ. യേശു തമ്പുരാന്റെ രക്തത്താൽ ഞാൻ നിങ്ങൾ കഴുകപ്പെട്ടു എന്നുള്ള ഏക കാരണത്താൽ നമ്മൾ ദൈവത്തിന് വിലയുള്ളവരായി മാറി. നമ്മളെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്, യഹോവയ്ക്ക് പ്രിയനും നീ വിലയുള്ളവനുമായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാൽ. ഇത് മകനെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ശബ്ദം ഇതാണ്. നിങ്ങൾ യഹോവയ്ക്ക്, അത്യുന്നതനായ ദൈവത്തിന്, സകലവും സൃഷ്ടിച്ച അനാദി നിർണയ പ്രകാരമുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാ, നിങ്ങൾ എനിക്ക് വിലയേറിയവരാ, നിങ്ങൾ എനിക്ക് പ്രിയമുള്ളവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കർത്തവ്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക. ഇപ്പോൾ പറഞ്ഞു ചിന്തിക്കുക, ഈ കർത്തവ്യം കുറെ നേരം ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എന്താ പറയാത്ത? പറയാം, ഒന്ന് കാം ഡൗൺ,
ഒന്ന് അതങ്ങ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാ നമ്മൾ അനുശാസിക്കണമെന്ന്, നമ്മൾ ചെയ്യണമെന്ന കർത്തവ്യങ്ങൾ. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ഒന്നാമത്തെ കർത്തവ്യം, building yourselves up your most holy faith. Building yourselves up on your most holy faith. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. എന്താണ് വാട്ട് ഈസ് എഡിഫിക്കേഷൻ? എന്താണ് ആത്മീക വർധന എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് വളരുന്ന പ്രക്രിയയ്ക്ക് ആത്മീക വർധന എന്ന് പറയും. നിങ്ങളുടെ അകത്തെ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം ഓരോ ദിവസങ്ങളിലും വളർച്ച പ്രാപിക്കുന്നുവോ ആ വളർച്ചയെ തിരുവെഴുത്ത് പറയുന്നു ആത്മീക വർധന എന്ന് പറയും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആത്മീക വർധന പ്രാപിക്കേണ്ടത്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. എന്താണ് പുതിയ നിയമം അനുശാസിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം? ആ അതിവിശുദ്ധ വിശ്വാസം ആരാണ് നമുക്ക് ഏൽപ്പിച്ചു തന്നത്? ഈ യൂദായുടെ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ യൂദാപ്പോസ്തലൻ പറയുന്നുണ്ട്, സഹോദരന്മാരെ, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ കുറിച്ച് നിങ്ങളെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. അതിവിശുദ്ധ വിശ്വാസം ഇതാരാണ് നമുക്ക് തന്നത്? ദൈവം നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചതാ. ഒറ്റ പ്രാവശ്യമായി വിശുദ്ധന്മാരുടെ പക്കൽ ഏൽപ്പിച്ചതാ. ഇന്ന് പകൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ആ വിശ്വാസത്തെ സംബന്ധിച്ച് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില വാക്കുകളുണ്ട്. അത് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് മുതൽ, ക്രൂശീകരണം മുതൽ അവനെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സംഭവങ്ങളുടെ സംക്ഷിപ്ത രേഖയെ വിശ്വസിപ്പാൻ ദൈവം തന്നിരിക്കുന്ന കൃപയുടെ വ്യാപാരമാണ്. അത് പരിശുദ്ധമായൊരു വിശ്വാസമാണ്. എന്താണ്? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മശിഹ കൽവറി ക്രൂശിൽ മരണം ആസ്വദിച്ചെന്നും അവൻ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് മഹിമയിൽ പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നും ഉള്ള വിശ്വാസം അതിവിശുദ്ധമായ വിശ്വാസമാണ്. മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ ദൈവഭക്തനെ വ്യത്യസ്തനാക്കുന്നത് ക്രിസ്തുയേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലുള്ള ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം ഒരു പ്രഖ്യാപനമായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നും ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കണം. രാവിലെയും വൈകിട്ടും എപ്പോഴും നമുക്ക് ഉറച്ചു പറയുവാനും വിശ്വസിപ്പാനുമുള്ളത് യേശുവിന്റെ ക്രൂശീകരണവും അവന്റെ ക്രൂശീകരണത്തിലൂടെ എനിക്ക് ലഭിച്ച നിത്യരക്ഷയുടെ അനുഗ്രഹങ്ങളുമാണ്. അത് ഞാൻ സ്വീകരിച്ചത് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ആധാരമാണ്. എൻ്റെ വിശ്വാസത്തിന്റെ അന്തമായ രക്ഷ പ്രാപിപ്പാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നാണ് എൻ്റെ വിശ്വാസത്തിന് അന്തമായ രക്ഷ ഞാൻ പ്രാപിക്കുന്നത്? എൻ്റെ കർത്താവിനെ ഞാൻ മുഖാമുഖമായി കാണുമ്പോൾ. അതെ, യേശു മടങ്ങി വരാറായി എന്നുള്ള സംഭവം കൂടി ഞാൻ ഈ രാത്രിയിൽ ഓർപ്പിക്കട്ടെ. നാം വിശ്വസിക്കുന്ന, നാം ആശ്രയിക്കുന്ന, നാം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖം കാണുവാനുള്ള സമയം അടുത്തു. അതെ, യേശു മടങ്ങി വരാറായി. അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം എന്ന് കാണുമോ അന്നാണ് എൻ്റെ വിശ്വാസത്തിന്റെ അന്തമായ രക്ഷ ഞാൻ പ്രാപിക്കുന്നത്. അന്ന് വാട്ടം, ക്ഷയം, മാലിന്യം ഒന്നുമില്ലാത്ത അവകാശം ഞാൻ പ്രാപിക്കും. ഇതെല്ലാം ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്തിൽ കൂടിയാണ്. അതുകൊണ്ട് വിശ്വാസം പ്രധാനമുള്ളതായി തീർന്നു. വിശ്വാസം ശ്രേഷ്ഠമായി തീർന്നു. ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ആത്മീക വർധന പ്രാപിക്കാൻ.
ആ വിശ്വാസമായിരിക്കണം നമ്മുടെ ആത്മീക വർധനവിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്ന് വേണം നാം വളരുവാൻ. ആ അടിസ്ഥാനത്തിൽ നിന്ന് വേണം നമുക്ക് ആത്മീക വർധന ഉണ്ടാകുവാൻ. ആ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നും അവൻ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ദൈവത്തിന്റെ സമയമാകുമ്പോൾ തന്റെ പുത്രനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുമെന്നും അവൻ എന്നെ ചേർത്ത് തന്റെ സവിധത്തിലേക്ക് പോകുമെന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം. ഇത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം, എൻ്റെ അന്തരംഗത്തിൽ എനിക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു ചൈതന്യം, അത് വേറെയാ. എന്നെ കേൾക്കുന്ന ഏവരിലും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ക്രിസ്ത്യാനിത്വത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് യേശുവിന്റെ മരണ പുനരുത്ഥാനമാണ്. അതിലൂടെ എന്താണ് നമുക്ക് ലഭിച്ചത്? അതിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ മുഴുവനും നിവർത്തിക്കപ്പെടുകയായിരുന്നു. വീണ്ടെടുപ്പിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മുടെ സ്വന്തമാകുകയായിരുന്നു. സ്വർഗം യഹൂദന് വേണ്ടി മാത്രം തീരെഴുതി വെച്ചിരുന്ന നീതീകരണം, തേജസ്കരണം എന്നൊക്കെ പറയുന്ന ആത്മീക മർമ്മങ്ങൾ ഉണ്ടല്ലോ, അത് മുഴുവനും നമുക്ക് സ്വന്തമാക്കുവാൻ, ജാതികൾ അടങ്ങുന്ന സഭയ്ക്ക് സ്വന്തമാക്കുവാൻ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് സ്വന്തമാക്കുവാൻ ദൈവം തന്റെ പദ്ധതി ഒരുക്കി കൊടുത്തത് യേശുവിന്റെ ക്രൂശീകരണത്തോടുകൂടി, അവന്റെ മരണ പുനരുത്ഥാനത്തോടു കൂടിയായിരുന്നു. അത് വിശ്വസിക്കുന്നവർ എത്ര മഹത്വമുള്ളവരാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട്, നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നിങ്ങൾ സ്തോത്രം ചെയ്യുമോ? അതെ, അവൻ എനിക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസം അത് പവിത്രമാണ്, അത് അതിവിശുദ്ധമാണ്. ആ അതിവിശുദ്ധമായ വിശ്വാസത്തെ ആധാരമാക്കി ഞാൻ എനിക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. എനിക്ക് തന്നെ എങ്ങനെ എനിക്ക് ആത്മീക വർധന വരുത്തുവാൻ കഴിയും? തിരുവെഴുത്തിൽ ആത്മീക വർധന നാം വരുത്തുന്നത് എങ്ങനെയെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഏതാനും ചില നിമിഷങ്ങൾ കൂടി എന്നെ ശ്രദ്ധിക്കണമേ. ആത്മീക വർധന എങ്ങനെയാണ് നാം വരുത്തുന്നത്? ഒന്നാമതായി, നമ്മുടെ കർത്തവ്യങ്ങളിൽ ഒന്നാമത്തെ കർത്തവ്യം നാം നമുക്ക് തന്നെ എന്ന് വെച്ചാൽ എനിക്ക്. നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയാമോ? നാട്ടുകാർക്ക് മുഴുവനും ആത്മീയ വർധന വരുത്താനാണ് നമ്മൾ കിടന്ന് ശ്രമിക്കുന്നത്. അച്ഛാ തെറ്റിപ്പോയി, പാസ്റ്ററെ തെറ്റിപ്പോയി. നമുക്ക് ആത്മീയ വർധന ആദ്യം വരുത്തണം. എന്നിട്ട് മറ്റവന്റെ കാര്യത്തിന് പോകരുതെന്നല്ല ഞാൻ പറഞ്ഞ, പോണം. അവനെ ആത്മീയ വർധന വരുത്താൻ അതിനായി നിയോഗിക്കപ്പെട്ടവർക്ക് നിമിഷങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. പക്ഷേ പൊതുവിൽ എല്ലാവരോടും ദൈവവചനം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. നമ്മൾ അടുത്തിരിക്കുന്ന ആളിനാ വർധന വരുത്താൻ ശ്രമിക്കുന്നത്. സഭായോഗത്തിന് നമ്മൾ വന്നാലും, രാത്രിയോഗത്തിന് നമ്മൾ ഇരുന്നാലും, ദൂത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അത് തോമാച്ചനോടുള്ള സന്ദേശമായിരുന്നു, അല്ലെങ്കിൽ മറിയാമ്മയ്ക്കുള്ള സന്ദേശമായിരുന്നു, അല്ലെങ്കിൽ അത് ഉതുപ്പിനുള്ള ദൂതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള ദൂതാണെന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോടായി ഞാൻ പറയട്ടെ, നമ്മൾ ആത്മീക വർധന വരുത്തുന്നത് നമ്മുടെ മക്കൾക്കല്ല, നമ്മൾ ആത്മീയ വർധന വരുത്തുന്നത് നാട്ടുകാർക്കല്ല, നമ്മൾ ആത്മീയ വർധന വരുത്തുവാൻ തിരുവെഴുത്ത് അനുശാസിക്കുന്നത് മറ്റാർക്കുമല്ല. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. നിങ്ങൾക്ക് തന്നെ എങ്ങനെ ആത്മീയ വർധന വരുത്താം? എനിക്ക് ആത്മീയ വർധന വരുത്തുവാൻ ദൈവം അനുശാസിക്കുന്ന ചില ഉപാധികൾ, ചില മാർഗങ്ങൾ തിരുവെഴുത്ത് പറയുന്നുണ്ട്. കർത്തവ്യങ്ങളിൽ ഒന്നാമത്തെ കർത്തവ്യം, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എനിക്ക് ആത്മീയ വർധന വരുത്തുക. എങ്ങനെ ആത്മീയ വർധന വരുത്താമെന്ന് ചോദിക്കുമ്പോൾ തിരുവെഴുത്ത് നൽകുന്ന ഉത്തരം, പല മാർഗങ്ങളിലൂടെ ആത്മീയ വർധന വരുത്താം. There are 4 easy ways. 4 എളുപ്പമാർഗങ്ങൾ അതിന് തമ്പുരാൻ നിഷ്കർഷിക്കുന്നു. ഒന്നാമത്തത്, ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ആസിയയിലെ പ്രസംഗത്തിലെ ഏറ്റവും അവസാനത്തെ വിടവാങ്ങൽ സന്ദേശമാണിത്. തന്റെ സന്ദേശങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് താൻ വരികയാണ്. തന്റെ മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് താൻ വരികയാണ്.
ആസിയയിലേക്ക് ഇനി സുവിശേഷവുമായി കടന്നു പോകുവാൻ സാധ്യതയില്ല. മറ്റ് ഭൂഖണ്ഡങ്ങളാണ് തനിക്ക് മുൻപിലുള്ളത്. അപ്പോൾ അവസാനമായി എഫെസോസിൽ മൂപ്പന്മാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ പറയുന്ന ഒരു പ്രത്യേക വേദഭാഗമാണിത്. ഈ വേദഭാഗം പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ എത്രത്തോളം ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പരതിയപ്പോൾ, ഇത് മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ച പ്രധാനപ്പെട്ട സംഭവം, എനിക്ക് ആത്മീക വർധന വരുത്തുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ മാർഗം, ഒന്നാമത്തെ വഴി, ഒന്നാമത്തെ ദൂരം, ഒന്നാമത്തെ പ്രവൃത്തി എന്താണെന്ന് അറിയുമോ? അതിതാണ്, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം. ആ 32ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന വചനത്തിലും അവന്റെ കൃപയുടെ വചനത്തിൽ ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും. അപ്പോൾ നമുക്ക് ആത്മീയ വർധന വരുത്തുന്നത് ദൈവത്തിന്റെ വചനവും ദൈവവും. ദൈവം നേരിട്ട് വന്ന് ഇപ്പോൾ ആത്മീക വർധന വരുത്തുവാതെ ദൈവം തന്റെ വചനം നമുക്ക് തന്നിരിക്കുക. ദൈവത്തിന്റെ വചനം എന്തിനാ? ദൈവത്തിന്റെ വചനം എനിക്ക് ആത്മീക വർധന വരുത്തുന്നു. ഓരോ നിമിഷവും ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ അതെന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസിദ്ധനായ വില്യം ബൂത്തിനെ നമുക്കറിയാം. സാൽവേഷൻ ആർമി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയ മനുഷ്യൻ, ആ ദൈവ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ചേരുവാൻ, രക്ഷാ സൈന്യത്തിൽ ചേരുവാൻ ആഗ്രഹത്തോടെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. പ്രംഗിൾസ് എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ, അയാളൊന്നും ദൈവവുമായി സംസാരിക്കും. അയാൾ തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് രക്ഷാ സൈന്യത്തിൽ ഒന്ന് ചേർന്നാൽ കൊള്ളാം. 3 പ്രാവശ്യം അദ്ദേഹത്തിന് ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ 3 അദ്ദേഹം പരാജയപ്പെട്ടു. പൊക്കം കുറഞ്ഞൊരു മനുഷ്യനാണ്. പൊക്കം കുറഞ്ഞവരെ സാൽവേഷൻ ആർമിയിൽ എടുക്കുന്നില്ല. രക്ഷാ സൈന്യം എന്നല്ലേ എന്റെ പേര്. സൈന്യമായി നിൽക്കുമ്പോൾ തടിമെടുക്കും, ആളത്വത്തിൽ ഇച്ചിരി ശ്രദ്ധമായ പദവികളൊക്കെ ഉള്ളവരെ മാത്രമല്ലേ അവിടെ ശ്രദ്ധിക്കുന്നു. 3 പ്രാവശ്യം ഇദ്ദേഹം ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് പോയത്. തമ്പുരാൻ പറഞ്ഞു, മോനെ ചെല്ലാൻ പറഞ്ഞു. ചെന്നു. 4ാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ വില്യം ബൂത്ത് ക്ഷുഭിതനാണ്. നിന്നോട് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞത്. പക്ഷെ അയാൾ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ്, ദൈവം എന്നോട് പറഞ്ഞു വരാൻ. ചുരുക്കി പറയട്ടെ, സമയമില്ലല്ലോ. ഇയാള് ഇട്ടിട്ട് പോകുമെന്നുള്ള വിചാരത്താൽ വില്യം ബൂത്ത് പറഞ്ഞു, ഓക്കെ, നീ പടയാളികളുടെ, രക്ഷാ സൈന്യത്തിലെ അംഗങ്ങളുടെ, ഈ സുവിശേഷ വീരന്മാരുടെ ഒക്കെ ഷൂ തുടയ്ക്കുന്ന ജോലി നിനക്ക് തരാം. പക്ഷെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുന്ന മേശയിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിനക്ക് ഭക്ഷണം കഴിപ്പാനൊക്കെ ഇല്ല. നിനക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നീ എവിടെ ഇരുന്നത് ക്ലീൻ ചെയ്യുന്നോ അവിടെ തന്നെ കിടന്നു, അവിടെ തന്നെ ഉറങ്ങിക്കുന്നു. ദീർഘമേറിയ 16 വർഷം, അരമണിക്കൂർ കൊണ്ട് ഈ മഹാന്മാരുടെ എല്ലാം ഷൂ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ 16 വർഷവും ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനം വായിച്ചു. മുട്ടിന്മേലിരുന്ന്, കിടന്നുകൊണ്ട്, നിന്നുകൊണ്ട് ഒക്കെ. യഥാർത്ഥ ഭക്ഷണം അയാൾക്ക് ലഭിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അയാൾ ചെയ്യുന്ന വേലയ്ക്ക് കൂലി ലഭിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അയാൾ മടിച്ചില്ല, അയാൾ മറുത്തില്ല. അയാൾ ദൈവശബ്ദം കേട്ട് വായിച്ചുകൊണ്ടേയിരുന്നു. 16 വർഷം നിരന്തരമായി വായിച്ചു. ദൈവശബ്ദം അയാളുടെ അകത്തും മുഴങ്ങി, നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ ഉപയോഗിക്കും. പക്ഷേ എവിടെ, ആരുപയോഗിപ്പാൻ? അതിനുള്ള സമയമാഗതമായത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ആ പീരീഡിലായിരുന്നു, ദൈവം ഒരുക്കിയ സമയത്തായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ജോസഫിനെ കുറിച്ച് തിരുവെഴുത്ത് എഴുതിയിട്ടിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട് സങ്കീർത്തന പുസ്തകങ്ങളിൽ. ദൈവവചനത്താൽ അവന് ശോധന വരുവോളം അവന്റെ അസ്ഥികൾക്കുള്ളിൽ ഇരുമ്പ് തുളച്ചു കയറുന്നത് പോലെ ചങ്ങല അവന്റെ കാലുകളെ ബന്ധിച്ചിരുന്നു. ദൈവവചനത്തിന്റെ നിവൃത്തി
നിന്റെ കാലുകൾ ആമത്തിൽ ഇടപെട്ടാലും ദൈവവചനത്തിനൊരു നിവൃത്തിയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സാമുവൽ റിഗൽസ് 16 വർഷം അയാൾ നിരന്തരമായി ദൈവവചനം വായിച്ചു. വില്യം ബൂത്ത്, ലോകപ്രസിദ്ധന്മാരായ വിശ്വപ്രഖ്യാതരായ എല്ലാ ഉണർവ് പ്രാസംഗകന്മാരെയും ക്രൂസൈഡ് മെസ്സഞ്ചേഴ്സിനെ മുഴുവൻ വിളിച്ചു. 5 ദിവസത്തെ ക്രൂസൈഡ് നടത്തി. 4 ദിവസവും അടിപൊളി പരിപാടി, സൂപ്പർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടുപൊളിപ്പൻ പ്രകടനമായിരുന്നു. അത്ഭുത രോഗശാന്തി, ശുശ്രൂഷ, ഭയങ്കര പരിപാടികൾ. കൊറോണയുടെ കാലം വന്നപ്പോൾ എല്ലാം കെട്ടടങ്ങിയിരിക്കുക. ഞാൻ ഒന്നിനെയും പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ല, മറിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. അതെല്ലാം കെട്ടടങ്ങിയതും ദൈവനാമത്തിന്റെ മഹത്വത്തിനെന്ന് വിശ്വസിപ്പാൻ എത്ര പേർ തയ്യാറാകുമെന്ന ചോദ്യമാണ് എനിക്ക് മുമ്പിൽ, നിങ്ങൾക്ക് മുൻപിൽ ഞാൻ വയ്ക്കുന്നത്. ദീർഘമേറിയ 16 വർഷം ഈ മനുഷ്യൻ കാത്തിരുന്ന നിമിഷമാഗതമായി. അത് മുഴുവൻ വിവരിപ്പാൻ എനിക്ക് സമയമില്ല. വില്യം ബൂത്തിനെ യാതൊരു കാരണവശാലും അംഗീകരിപ്പാനൊക്കത്തില്ല. പക്ഷെ അംഗീകരിച്ചു നോക്കത്തുള്ളൂ. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് തടയാനൊക്കെ? ദൈവം പറഞ്ഞു, ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് സാമുവൽ റിഗൽസ്. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകുക. നിന്റെ ആണോ ക്രൂസൈഡ്, എന്റെ ആണോ ക്രൂസൈഡ്? തമ്പുരാൻ ചോദിക്കുക. വില്യം ബൂത്ത് പറഞ്ഞു, നിന്റെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ വെച്ചിരുന്നയാൾ വന്നില്ല. ആ രാത്രിയിൽ ദൈവം മനുഷ്യനെ 16 വർഷം ദൈവവചനം വായിച്ച മനുഷ്യൻ ദൈവം ആർത്തരഞ്ഞ് മാനസാന്തരത്തിന് വേണ്ടി കൈകൾ മുകളിലേക്ക് ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുന്ന ജനസമൂഹത്തെ വില്യം ബൂത്ത് കണ്ടു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നീ എത്ര സമയം ദൈവവചനത്തിന് മുൻപാകെ? ലോക്ക്ഡൗൺ ടൈം എന്ന് പറയുന്നത് നിനക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന സമയമാണ്. ദൈവവചനം വായിപ്പാണ്. നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെന്റെ അണ്ണാക്കിന് എത്ര മധുരം. നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അതുകൊണ്ട് തീർന്നില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിന്റെ വചനം എന്റെ മുഴുദേഹത്തിനും സൗഖ്യമാകുന്നു. ഇന്ന് പകൽ എത്ര പേർ, ഈ രാത്രിയിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അതെ, നീ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് നിന്റെ ശരീരത്തിൽ ജീവനായി വ്യാപരിക്കും. അത് നിന്റെ ശരീരത്തിൽ ശക്തിയായി ജീവനായി വ്യാപരിക്കും. ദൈവവചനം അൽപ്പിച്ചിരിക്കുന്നത് ആരോ അവനോളം വലിമമുള്ള, അവനോളം മഹത്വമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ആ വചനത്തിന് ചില പ്രവൃത്തി നിന്റെ വീട്ടിൽ ചെയ്യാനുണ്ട്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. നാം എല്ലാവരും ചെറുപ്പം മുതലേ കാണാതെ പഠിച്ചിട്ടുള്ള സങ്കീർത്തനമുണ്ട്, 1-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം എന്താണ് പറയുന്നത്? നിന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, നീ എത്ര മിനിറ്റ് സമയം ചിലവഴിക്കുന്നുണ്ട്? എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് ദൈവവചനം വായിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, ദൈവവചനത്തിൽ ഉല്ലസിപ്പാൻ? ഇന്ന് രാത്രി നീ അതിനുവേണ്ടി സമയം വേർതിരിക്കുമെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി. എന്താണ് കാരണം? നിനക്ക് ആത്മീക വർധന വരാൻ തുടങ്ങി. നീ ദൈവവചനം വായിക്കാതെ പ്രവചനം കേട്ടതുകൊണ്ട് ആത്മീയ വർധന ഉണ്ടാവില്ല. നീ ദൈവവചനം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയാതെ, അതനുസരിപ്പാൻ കഴിയാതെ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വീരനായിരിക്കാൻ കഴിയാതെ, നീ പ്രവചനം കേട്ടതുകൊണ്ടോ പ്രസംഗം 100 കേട്ടതുകൊണ്ടോ ജീവിതത്തിൽ ആത്മീക വർധന ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുതേ. സത്യമായും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത, ഇരമ്യാവ് തന്റെ ജീവിതത്തിന്റെ കഥ പറയുമ്പോൾ ഇരമ്യാവ് എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചു, അതെന്റെ അസ്ഥികൾക്ക് ജീവനായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ, നിന്റെ അസ്ഥികളിൽ ഭവിച്ചിരിക്കുന്ന ദ്രവത്വത്തെ മാറ്റി അതിന്റെ മേൽ ജീവൻ വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ് നീ വായിക്കുന്ന ദൈവത്തിന്റെ വചനം. നീ വചനം വായിക്കുമ്പോൾ അത് നിന്റെ അകത്ത് ജീവനായി വ്യാപരിക്കുകയാണ്. നിന്റെ ഭർത്തൃ ശരീരത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിലും അതിന് മീതെ വ്യാപരിപ്പാൻ കഴിയുന്ന ദൈവശക്തിയുടെ ജീവന്റെ വ്യാപാരമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മറക്കരുത്. ആ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഏതെല്ലാം മാറിയാലും, ഏതെല്ലാം ഫിലോസഫികൾ മാറിയാലും, തിയോളജിക്കൽ ഐഡിയാസിന് മാറ്റം വന്നാലും എഴുതപ്പെട്ട ദൈവവചനത്തിന് മാറ്റമില്ല.
ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ അതിന് മാറ്റം വരികില്ല. ഇന്ന് രാത്രി can you believe that? ഇന്ന് രാത്രി നിങ്ങൾക്കത് വിശ്വസിപ്പാൻ കഴിയുമോ? അതെ, അവന്റെ വചനം ജീവനുള്ളതാണ്. അത് നിങ്ങളുടെ സന്ധിപന്യങ്ങളിൽ ജീവനായി വ്യാപരിക്കും. ഏത് കോശങ്ങൾ ഡെഡ് ആയിരിക്കുന്നു ആ കോശത്തെ ജീവൻ അതിലേക്ക് വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. ഈ തിരുവെഴുത്ത് നിങ്ങൾ വായിക്കും, നിങ്ങളുടെ ജീവൻ അതിലുണ്ട്. അത് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തും. നിങ്ങളുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അപ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ജീവനിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്കങ്ങപ്പുറത്തുള്ള കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ ചിറകുകളിലേക്കൊന്ന് നോക്കി ആ മുട്ട വിരിയുന്ന 18, 19 ആകുമ്പോഴത്തേനും മുട്ട വിരിയുന്നതിന് മുൻപ് ഒരു ചുണ്ടേർ പ്രോസസ്സിംഗ് ഉണ്ട്. ആ മുട്ടയ്ക്ക് പുറത്തേക്ക് അതിന്റെ ചുണ്ടുകൾ പുറത്തേക്ക് വരും. അത് കാണുമ്പോൾ അമ്മച്ചിമാർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. പണ്ടേ, ഇപ്പോഴത്തെ കാര്യമില്ല, ഇപ്പോഴത്തെ ആരോടെങ്കിലും പറഞ്ഞാൽ അതറിയും. ഹാച്ചറിയിൽ നിന്നല്ലേ ഇന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. മറ്റേ നമ്മുടെ വീട്ടിൽ തള്ളക്കോഴിയുടെ ഒരു ഹാച്ചിങ് വിങ്സ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ആ ഇടയ്ക്ക് ചെന്നിട്ട് ആ കോഴിമുട്ട ഇങ്ങനെ അടവച്ചിരിക്കുന്ന കോഴിമുട്ട ഇങ്ങനെ കോഴിയുടെ ചിറക് ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് ഓ ചുണ്ടറിഞ്ഞമ്മയെ അമ്മയോട് വിളിച്ചു പറയുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു. എന്റെ കുട്ടിത്വത്തിൽ ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാ. നമ്മളിത് എത്ര പേര് ചെയ്തിരിക്കുന്നു. അത് പോട്ടെ, അതിപ്പോൾ ഉള്ള തലമുറയോട് പറഞ്ഞാൽ അവർ ഓടിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ചുണ്ടറിയുന്നതിന് മുൻപ് കോഴിക്കുഞ്ഞ് നോക്കിയിട്ടുണ്ടാകുമെന്ന എന്റെ ചിന്തയിൽ. പുറത്ത് എനിക്ക് ചരിപ്പാൻ, എനിക്ക് കൊത്തി തിന്നാൻ, എനിക്ക് ചികയുവാൻ ഉള്ളൊരു ലോകമുണ്ട്. ഈ അടച്ചുകൂട്ടിനകത്ത് നിന്ന് ഒരു നാൾ ഞാൻ പുറത്തു വരും. ഈ സംഭവമാണ് ദൈവവചനം വായിക്കുമ്പോൾ അകത്തെ മനുഷ്യനുണ്ടാകുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട ഉള്ളിൽ ഞരങ്ങുന്നു. ഇന്ന് രാത്രി ഞരക്കം നിനക്കുണ്ടോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവചനം വായിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ആത്മീക ചൈതന്യം, ദൈവവചനം വായിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ആത്മീക സന്തോഷം, ദൈവവചനം വായിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ആത്മീക വളർച്ച നിനക്കുണ്ടോ? ആ വളർച്ചയാണ് നിന്നെ ധന്യതയിലേക്ക്. നിന്റെ നിത്യത തീരുമാനിക്കുന്നത് ഇതാ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കർത്തവ്യം ആത്മീക വർധന വരുത്തുക. അതിനുള്ള ഒന്നാമത്തെ മാർഗം ദൈവവചനം വായിക്കുക. രണ്ടാമത്തെ മാർഗം, വേഗത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. He who speaks in the tongues edify himself, but he who prophesies edify the church. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ഒന്നാമത്തെ കർത്തവ്യം നിനക്ക് ആത്മീക വർധന വരുത്തുക. എങ്ങനെ എനിക്ക് ആത്മീക വർധന വരുത്താൻ കഴിയും? ഒന്ന്, ദൈവത്തിന്റെ വചനം വായിച്ച് എനിക്ക് ആത്മീക വർധന വരുത്താൻ കഴിയും. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ എനിക്ക് ആത്മീക വർധന വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനം ഞാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്റെ അകത്തെ മനുഷ്യനിൽ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വീരനായി ഞാൻ മാറുമ്പോൾ ദൈവ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടും. പുറം ലോകം അത് കാണത്തില്ല. അകത്തെ മനുഷ്യൻ സംതൃപ്തനാണ്. ഇന്നും പലരുടെയും അകത്തെ മനുഷ്യൻ സംതൃപ്തിയുള്ളതല്ല. കാരണം നീ ദൈവവചനത്തിൽ അന്വേഷിക്കാറില്ല, കണ്ടെത്തി ഭക്ഷിക്കാറില്ല. ദൈവവചനവുമായി നിനക്കൊരു ബന്ധമില്ല. പൊടി കൊട്ടിയെടുത്ത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നൊരു പരിപാടിയെ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പള്ളിയിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് അത് മൂലയ്ക്ക് അവശേഷിച്ചിരിക്കുകയല്ലേ. എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക. നിന്റെ വചനത്തിൽ ഞാൻ പുകഴും, നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കും. ഒന്നാമത്തെ മാർഗം ദൈവവചനത്തിലൂടെ ആത്മീയ വർധന പ്രാപിക്കുക. രണ്ടാമത്തെ മാർഗം അന്യഭാഷ പറയുക. ഇതിന്ന് അന്യം നിന്നുപോയി. ചിലർക്കൊക്കെ ഉണ്ട്, കുറച്ചു പേർക്കേ ഉള്ളൂ. ഉള്ളവരൊട്ട് പറയത്തുള്ളൂ. അതിന് പ്രത്യേക കാത്തിരിപ്പ് യോഗം വരുമ്പോൾ മാത്രമേ ഇന്ന് അന്യഭാഷ പറയൂ. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങൾ മുറിയുടെ അകത്ത് അടച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ അതും ഇതും പറയുന്ന നേരത്ത് ആത്മനിറവിന്റെ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും
താല്പര്യപ്പെടുകയും ചെയ്ത് അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലോക്ക്ഡൗൺ പീരീഡ് സന്തോഷപൂർണമാകുമെന്ന് ഞാൻ പറയുന്നത് ദൈവവചനത്തിലൂടെ. ഈ ദൈവവചനം 100% ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനമെന്ന്. അങ്ങനെയെങ്കിൽ തിരുവഴുത്ത് പറയുക, ആത്മീക വർധന തനിക്ക് താൻ വരുത്താനുള്ള രണ്ടാമത്തെ മാർഗം അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ID-യിൽ നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഭൂതലത്തിൽ നിന്ന് പോയിട്ടില്ല. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ജനമുണ്ട്. അവർ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അത് അവരുടെ ജീവിതത്തിന് ആത്മീക വർധനയ്ക്ക് കാരണമാകും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ദൈവവചനം വായിക്കുമ്പോൾ, അത് അനുസരിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് ആത്മീക വർധന വരുത്തുന്നു. 2, അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. സമയം എന്നെ വിട്ട് വേഗത്തിൽ പോകുക. 5 കാര്യം പോയിട്ട് ഒരു കർത്തവ്യം പോലും പറഞ്ഞു തന്നിട്ടില്ല. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ മാർഗം, എനിക്ക് ആത്മീക വർധന വരുത്തുവാനുള്ള രണ്ടാമത്തെ മാർഗം അന്യഭാഷ. അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തോട് സംസാരിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഷയാണ് അന്യഭാഷ. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് ഇന്ന് പകൽ രാത്രിയിൽ സംസാരിച്ചോ? നിങ്ങൾ കിടക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നാം അതിന് സാധാരണ പറയാറുള്ള പേര് പ്രാർത്ഥനയാണ്. എന്നാൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, അന്യഭാഷ പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അത് നിന്നു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, കുറഞ്ഞു പോയിട്ടില്ല, രൂപഭേദം വന്നിട്ടില്ല, മാർഗവ്യത്യാസം വന്നിട്ടില്ല. ഒരു കുഴപ്പവുമില്ലാതെ വിശ്വസിക്കുന്നവരിൽ ഇന്നും ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിങ്ങൾ കാത്തിരിക്കുന്നു. ഇന്നുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അന്യഭാഷകളിൽ സംസാരിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിപ്പാൻ. ഏതൊരു ഭാഷയ്ക്കും വളർച്ചയുണ്ട്. വളർച്ചയില്ലാത്ത ഭാഷയെ ഡെഡ് ലാംഗ്വേജ് എന്നാണ്. ലോകത്തിൽ so many dead languages are in the world. ഒരു കാലത്ത് അത് പ്രധാനപ്പെട്ടതായിരുന്നു, എന്നാൽ അത് ചത്തുപോയി. എന്നാൽ so many dead languages are living. പലതിനും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നാണ് ഹീബ്രു, എബ്രായ ഭാഷ. അതിന് വളർച്ച നൽകിക്കൊണ്ടിരിക്കുക, വളർച്ച അത് നല്ലതായി വളർന്നുകൊണ്ടിരിക്കുക. എബ്രായ ഭാഷയിലും ജീവനുള്ളതായി. കാരണം അത് വിക്രയം ചെയ്യാൻ തുടങ്ങി. അതിന് എന്താ പറയുന്നത്, അത് സംസാരിച്ച് അതിന് ജീവനുണ്ടാകും. അന്യഭാഷ എന്നാ പറയുന്നത്. ഭാഷയാണെങ്കിൽ ഭാഷയുടെ വളർച്ച. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ നിന്റെ ഭാഷയ്ക്ക് വളർച്ച ഉണ്ടാകും. വളർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഉപയോഗിക്കുന്നതനുസരിച്ച്. എങ്ങനെയാണ് ഭാഷ വളരുന്നത്? ഉപയോഗിക്കുന്നതനുസരിച്ച്. 20 വർഷത്തിന് മുൻപുണ്ടായിരുന്ന മലയാള ഭാഷകൾക്ക് പലതിനും മാറ്റം വന്നിട്ട് പുതിയ വാക്കുകളുണ്ടായി. അർത്ഥം എന്താ? ഭാഷ വളർന്നുകൊണ്ടിരിക്കുക. ഡെയിലി, ഡേ ബൈ ഡേ നമ്മൾ ഉപയോഗിക്കുക നിമിത്തം പശ്ചാത്തലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഭാഷയ്ക്ക് മാറ്റം വരുന്നത് പോലെ നമ്മൾ തമ്പുരാനോട് വർത്താനം പറയുന്നതനുസരിച്ച് നമ്മുടെ ആത്മഭാഷയ്ക്ക്, അന്യഭാഷയ്ക്ക് വ്യതിയാനം, വളർച്ച വന്നുകൊണ്ടിരിക്കും. കാരണം നാം ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്.
തിരിച്ചറിയുന്നില്ലല്ലോ. Nobody can understand it. ആരും തിരിച്ചറിയാതെ തമ്പുരാന് നീയുമായിട്ട് ഉള്ളം പകരാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഷ, അന്യഭാഷ. ഹല്ലേലൂയ. ഈ അന്യഭാഷ സംസാരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ച് തരുന്ന ഞരക്കങ്ങൾ, പരിശുദ്ധാത്മാവ് ഉച്ചരിക്കുവാൻ നൽകുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആത്മസ്നാപകനാകുന്ന കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും. അന്യഭാഷകളിൽ നിങ്ങൾക്ക് സംസാരിപ്പാൻ ദൈവം കൃപ നൽകും. ഒന്നാമത്തെ കർത്തവ്യം, ഞാൻ എനിക്ക് തന്നെ ആത്മീയതയുള്ള ഒന്നാമത്തെ മാർഗം ദൈവവചനം. രണ്ടാമത്തെ മാർഗം പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ബൈ സ്പീക്കിംഗ് ഇൻ ടോങ്സ്, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് തനിക്ക് താൻ ആത്മീയത. മൂന്നാമതായുള്ള മാർഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വായിൽ വരുന്നത് മുഴുവനും അഴുക്കാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുക, കേൾക്കുന്നവർക്ക് കൃപ. നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കും? ചിലർ എന്നെ കേട്ട് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കൊണ്ട് വെച്ചാൽ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ ആത്മീക വർദ്ധന ഒരു കർത്തവ്യമാണ്. അത് നിങ്ങൾക്ക് കർത്തവ്യം നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട മാർഗം എന്ന് പറയുന്നത് 1 ദൈവവചനം, 2 പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിക്കുക, 3 നല്ല വാക്ക് പറയുക. നിങ്ങളുടെ അകത്തേക്ക് പോകുന്നതല്ല നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത്, അകത്തുനിന്ന് വരുന്നതാണ് മനോഭാവം. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് പരിശുദ്ധാത്മാവ് മറ്റൊരു വേഷം നൽകുകയാണ്, മറ്റൊരു പരിഭാഷ നൽകുകയാണ്, മറ്റൊരു അർത്ഥം കൽപ്പിക്കുക, മറ്റൊരു മാനം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറ്റി വേറൊരു മാനം ഉണ്ടാക്കി എന്നല്ല, മറിച്ച് ദൈവികമാകുന്ന ഒരു മാനം അതിന് കൽപ്പിക്കുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്ക് പറയുക. അപ്പൊ ഞാൻ പറയുന്നത് നല്ല വാക്കായതുകൊണ്ട് കേൾക്കുന്നവർക്കെല്ലാം ആത്മീയ വർദ്ധന. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർവ്വാണം അടിച്ചോളാൻ വന്നേക്കുന്നത്. ആവശ്യം പോലെ എന്നൊരു പ്രയോഗം, ആവശ്യം പോലെ പറഞ്ഞു. ആവശ്യം പോലെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കും. അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ, ഒറ്റ ഉദാഹരണത്തോടെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോയി. ഈ സമയമില്ല, സമയം 1 മണിക്കൂറോളാകുന്നു. നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് കേൾക്കാനുള്ള താല്പര്യം കുറച്ചു നേരം ഉണ്ടാവുന്നു. സാധാരണ എൻ്റെ ലൈവുകളെല്ലാം 1/2 മണിക്കൂറോളം കേൾക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ എന്നോട് ആവശ്യപ്പെട്ടു 1 മണിക്കൂറോളം എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രയും സമയം മുന്നോട്ട് പോയി. ഓർമ്മിപ്പിക്കട്ടെ, വേദനയുടെ നടുവിലാകപ്പെട്ട ഒരു വാത്സല്യ സഹോദരി വാർദ്ധക്യത്തിൽ ഗർഭവതിയായതിനാൽ സമൂഹത്തെ വിട്ട് മലനാട്ടിൽ ലോക്ക്ഡൌണിൽ കഴിയുന്ന ഒരു സഹോദരി. ആ സഹോദരിയുടെ പേര് എലിസബത്ത്. പുള്ളിക്കാരി ഓടിപ്പോയി താമസിക്കാനുള്ള കാരണം വാർദ്ധക്യത്തിൽ ഗർഭവതിയായ നാട്ടുകാരിട്ടകത്തിൽ. എന്തെല്ലാം മനുഷ്യരുടെ വായിൽ വരുന്നു അറിയാമോ? ഇപ്പോഴത്തെ മനുഷ്യന്റെ മോശം, അന്നത്തെ മനുഷ്യന്റെ മോശമല്ല, ഇന്നത്തേത് മോശമല്ല. യുഗങ്ങൾ മാറി, കാലങ്ങൾ മാറി എന്ന് പറഞ്ഞ കാര്യമില്ല. മനുഷ്യന് ശ്രദ്ധിക്കുക, ഇവര് പോയി മലനാട്ടിൽ ഒളിച്ചു പാർക്കുക. അന്നേരം ഇതേ വേറൊരു ചെറുപ്പക്കാരി ചോദിച്ചു, അവളുടെ പേര് മറിയ. അവൾ ഭർത്താവില്ലാതെ ഗർഭവതി. രണ്ടും കേമൻ കേസ്, രണ്ടും കൂടി. അതിനകത്ത് മറിയയുടെ വന്ദന സ്വരം കേട്ടപ്പോഴേ ഉള്ളിൽ തുള്ളി. എന്ന് വെച്ചാൽ നിന്റെ വന്ദന ശബ്ദം മതി മറ്റവന്റെ വേദന പമ്പ. ഇന്ന് രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ടു മുൻപ് മോനെ വിളിച്ചിട്ട് ഇന്ന് വരെ നീ മുണ്ടിയിട്ടില്ല നിന്റെ മകനുമായിട്ട്.
കിടക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രിയിൽ ദൈവാത്മ നിയോഗത്തോടെ പല തെറ്റുകൾ ചെയ്തതായിരിക്കാം നിങ്ങളുടെ ഭാര്യ, പല പ്രാവശ്യം പല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതായിരിക്കാം നിങ്ങളുടെ ഭർത്താവ്, പല പ്രാവശ്യം നിങ്ങളുമായി ചേരുവാൻ കഴിയാത്ത വിധത്തിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായി അകന്നതായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ദൈവവചനം വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമോ? ദയവായി നിങ്ങളുടെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുവാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അടുത്ത മുറിയിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വാക്ക് നല്ല വാക്ക് വരട്ടെ. അത് ആത്മീയമായിട്ട് നാലാമതുള്ളത് മ്യൂച്വലിഫിക്കേഷൻ, അന്യോന്യം വളർത്തുക. അന്യോന്യം. ഞാൻ എൻ്റെ വാത്സല്യ സഹോദരൻ ജോജിയെ കണ്ടിട്ട്, ജോജി മോനെ എന്നാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവനൊരു സന്തോഷം. അവൻ എന്നോട് പാസ്റ്റർ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. വാത്സല്യ ജെയിംസിനെ കണ്ടിട്ട് ജെയിംസ് ഹൗ ആർ യു, എന്തുണ്ട്, എന്താ പറയുന്നു, സ്നേഹമായിരിക്കും, സന്തോഷമായിരിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ ഒഴുകി മറിയുന്ന മനുഷ്യനെ കണ്ടിട്ട് മുഖം മാറ്റിയല്ല പോകേണ്ടത്. നിനക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ദുഃഖം സമ്മാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിന് മുൻപാകെ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുമോ? നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയില്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടും. 5 പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിൽ ഒരു കർത്തവ്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആത്മീക വർധനയാണ്. അതാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ളത്. രണ്ടാമത്തത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് രണ്ടാമത്തെ കർത്തവ്യമാണ്. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആത്മീക വർധന വരുത്തുന്നവൻ 2, അവൻ പ്രാർത്ഥനയിൽ നിർവഹിതയുള്ളവനായിരിക്കണം. പ്രാർത്ഥന ഇതൊരു കർത്തവ്യമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. 3, ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ മിടുക്കല്ല കേട്ടോ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, നിനക്ക് ചെയ്യാൻ കഴിയും. പിന്നെന്താ, ഇന്ന പട്ടണത്തിൽ പോയി ഞാൻ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നിങ്ങളുടെ ജീവൻ ആവി പോലെയല്ലയോ? ആകയാൽ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. അതുകൊണ്ടായിരുന്നു നമ്മുടെ നോട്ടീസുകളൊക്കെ അടിക്കുമ്പോൾ അതിലെല്ലാം പണ്ടേ കാലത്ത് എഴുതുമായിരുന്നു, ദൈവഹിതമായാൽ. ഇപ്പൊ കല്യാണത്തിന് മാത്രമേ അത് വെക്കത്തുള്ളൂ, മറ്റുള്ള ഒരെണ്ണത്തിന് ദൈവഹിതമല്ലെന്ന്. നമ്മളെ കമ്മിറ്റി തീരുമാനിച്ച കാര്യമായതുകൊണ്ട് നടപ്പാക്കാണ്. കുഞ്ഞപ്പാ പോയി പരിപാടി. ഓരോ കൊറോണ വൈറസ് കണ്ണി പോലും കാണാൻ പിടിയില്ലാത്തൊരു ജീവി വന്നതോടെ മുട്ടടിയല്ലേ, ഇപ്പൊ മുട്ടടിയല്ലേ. എവിടെ നിന്റെ കപ്പാസിറ്റി എവിടെ പോയി? പോസിറ്റീവ് തിങ്കിങ് എവിടെ പോയി? എന്തു സംഭവിച്ചു? തിരുവെഴുത്ത് കർത്തവ്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഇന്ന് രാവിലെയും വൈകിട്ടും ദൈവകരുണയ്ക്ക് വേണ്ടി യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ മേഴ്സി ഓഫ് ദ ലോർഡ്. ദൈവകരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. രാവിലെ തോറും കാത്തിരിക്കുന്നവന്റെ വീട് തോറും കടന്നു വരുന്ന ദൈവകൃപയുടെ ഒരു വ്യാപാരമുണ്ട്. ആ ദൈവദയെ കുറിച്ച് പറയുന്നത്, രാവിലെ തോറും നിന്റെ ദയ പുതിയതല്ലോ, നിന്റെ വിശ്വസ്തത പുതിയത്. രാത്രി തോറും നിന്റെ വിശ്വസ്തതയും രാവിലെ തോറും നിന്റെ ദയയും പുതിയതാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ 3ാമത്തെ കർത്തവ്യം ദൈവകരുണയ്ക്കായി കാത്തിരിക്കുക. 4ാമത്തെ കർത്തവ്യം ദൈവസ്നേഹത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുക. ദൈവസ്നേഹത്തിൽ ദൈവഭയത്തോടെ ജീവിക്കുക. 5ാമത്തെ കർത്തവ്യം ക്രിസ്തയേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ക്രിസ്തയേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. യേശുവിന്റെ മടങ്ങി വരവിനെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരിൽ 60% പേർ അവന്റെ മടങ്ങി വരവിൽ അവർ വിശ്വസിക്കുന്നില്ല. 40% വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കുന്നത് പല തരത്തിൽ മടങ്ങി വരുമെന്ന്. ഇന്ന് രാത്രി ഒറ്റ വിശ്വാസം നിനക്കുണ്ടായിരിക്കട്ടെ, എന്റെ യേശു മടങ്ങി വരുവാൻ സമയം. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ?
ആകയാൽ എന്നെ കേൾക്കുന്ന എന്റെ മനസ്സിന്റെ സഹോദരങ്ങളെ, ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീകവർദ്ധന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. നിത്യജീവനായി കാത്തിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുക. ദൈവ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവ സ്നേഹത്തിൽ വിശുദ്ധിയെ തികച്ചു ഈ ധന്യചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എനിക്ക് സമയം അനുവദിച്ച എന്റെ മനസ്സിലെ സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സർവകൃപാലുവായ ദൈവത്തിന്റെ കൃപാകടാക്ഷം ഈ രാത്രി നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ. അവന്റെ വരവ് ഇന്ന് രാത്രി സംഭവിക്കുന്നെങ്കിൽ ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും നമുക്ക് ഒരുമിച്ച് മധ്യാകാശത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് സമാപനം കുറിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിന്റെ കൃപയും ആശീർവാദങ്ങളും നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത രാത്രിക്കായി സ്തോത്രം. ഈ രാത്രിയിൽ നിന്റെ വചനം ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നെ ആത്മീക വർദ്ധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവ കരുണയ്ക്കായി കാത്തിരുന്നു ദൈവസ്നേഹത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി നോക്കിപ്പാർക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആരുടെയും നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നവരാക്കി ഞങ്ങളെ ഇന്ന് രാത്രി അങ്ങയുടെ വരവ് സംഭവിച്ചാൽ അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇല്ല, മരണം ഞങ്ങളെ വേർപിരിക്കുന്നെങ്കിൽ നിത്യത അവകാശമാക്കുവാൻ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് നിത്യതയെ കുറിച്ചുള്ള തികഞ്ഞ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വാടുകൊണ്ടിരിക്കാൻ ഈ രാത്രി അനുവദിക്കണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുന്നവർ, ദുഃഖങ്ങളിലൂടെ, പലവിധ രോഗങ്ങളിലൂടെ, സാംക്രമിക പകർച്ചവ്യാധികളിലൂടെ വേദന അനുഭവിക്കുന്നവരെ ഒക്കെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കണമേ. നിന്റെ നാമത്തിലുള്ള വിടുതൽ അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന നിന്റെ വിശ്വസതയ്ക്കായി സ്തോത്രം. പുത്രനെ ഉയർത്തണം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. എന്നെ കേട്ട എല്ലാവർക്കും വന്ദനം ചെല്ലുന്നു. എല്ലാവരെയും സമൃദ്ധിയായ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹ നിറവുകളോട് കൂടിയ ഒരു ശുഭരാത്രി എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെ ചുറ്റി പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് സമ്മേളിക്കും വരെ എല്ലാവർക്കും വന്ദനം, വണക്കം. ദൈവമായ കർത്താവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. ആമേൻ. പോരെ അവര് ചോദിക്കുന്നുണ്ടോ എന്റെ ലൈവ്